ഇങ്ങനെ മൂങ്ങാമാതിരി കുത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ മൊഹബത്ത് എന്ന് പറഞ്ഞാല് നെല്ലിക്ക മാതിരിയാ. മധുരിക്കണ വരെ കഴിച്ചോണ്ടിരിക്കും. പെരുന്നാള് വരെ സഹിച്ചാ പോരെ. അത് കഴിഞ്ഞാൽ രണ്ടുപേർക്കും കൂടി സുബർക്ക പൂങ്കാവനത്തിൽ കഴിയാല. നാക്ക് തുള്ളേല് പതുക്കിട്ട് പടാക്കി മാറി. ഇത്ര നാള് വെള്ളാട്ട പോക്കർന്ന് പറഞ്ഞ് ഈ ബലാല നാട്ടാരെ മുഴുവൻ പറ്റിച്ചിരുന്നാലേ ഒക്കെ ഇവന്റെ കയ്യാങ്കലായിരുന്നു. രാത്രിയിൽ ഈ നിൽക്കുന്ന ആയമ്മന്റെ കൂടെ സേവ കൂടെ നമ്പൂരിശം പോണത് ആരും കാണാണ്ടിരിക്കാൻ പറ്റിച്ച പണിയാ. ഒന്നല്ല മൂന്നാളായി പോക്കര്. ഒന്ന് മറയുമ്പോ മറ്റവൻ വരും, മറ്റവൻ മറയുമ്പോ മൂന്നാമത്തവൻ വരും. അതുകൊണ്ടല്ലേ നാട്ടിലെ ജില്ലെന്ന് നനച്ചേ. മൊയ്തുട്ടിയാചാര കാര്യസ്ഥൻ സാപ്പുണ്യാരെ വീടരല്ലേ ഈ പെണ്ണ്? അത് തന്നെ. എല്ലാത്തിനും ഈ രാത്രി തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി കാട്ടിക്കൊള്ളണം. ഒരു തല്ലേ കൊല്ലേ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. അയ്യോ ചതിക്കല്ലേ ഹാജിയാരെ. ഈയുടെ പഞ്ചാര വാക്കും മന്ത്രവും കണ്ട് പറ്റിപ്പോയൊരബദ്ധം. പുറത്തറിഞ്ഞ തൂങ്ങിച്ചാവും, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം. നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാട്ടിക്കരുത്. അയ്യോ വള്ളക്കിട്ടോട്ടും 7 ദിവസം ഈ പന്നിന്റെ മോറ് കണ്ട് നമ്മൾ പനിച്ചു കിടന്നേ. ഉപ്പ് തിന്നും വെള്ളം കുടിച്ചു തന്നെ ആവണം. വിളി നാട്ടാരെ. ഒന്നും വേണ്ടെന്ന് നിങ്ങൾ വരി, നമ്മൾ പറയാം എന്താ വേണ്ടതെന്ന്. എന്താ ഈ ഇമാറ് പൊന്നിന്റെ മുട്ടയിടുന്ന താറാവാണ്. ഒറ്റപെട്ടിന് കൊല്ലണത് ബുദ്ധിയല്ല. എന്താണ് മൊയിലേറെ പോലും? ഇപ്പം നമ്മൾ പറയണത് ഇരുന്തലക്കാടൻ തട്ടൂല, ഇരുന്തലക്കാടൻ പറയണത് മൊയ്തുട്ടി അരിയും തട്ടൂല. അപ്പൊ നമ്മക്ക് വേണ്ടത് ഇവനെ കൊണ്ട് മൊയ്തുട്ടീനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കണതല്ലേ അതിന്റെ ഒരു ബുദ്ധി. ഇതെന്ത് പറ്റി നമ്പൂരിശ? ഒന്ന് വീണു. നിങ്ങളോ? എന്താ എനിക്ക് വീണൂടെ? അല്ല നിങ്ങളെ പോലെ വലിയൊരാള് അടി തെറ്റിയ ആനയും വീഴും. മൂക്കൂത്തിയിട്ടാണോ വീണത്? മൂക്കൂത്തി ഇല്ലായിരുന്നു, 2 കടുക്കന് മാലയിട്ടാ വീണത്. അതല്ല എങ്ങനാ വീണതെന്ന്. ഒരു 7 ഗ്രാം ഇല്ലത്തേക്ക് വരിക കാണിച്ചു തരാം. കാലത്തെ കിന്നാരം കൊണ്ട് ഇറങ്ങിയിരിക്കണു. ഞാൻ ചിലപ്പോ മലന്ന് വീണെന്നിരിക്കും, ചരിഞ്ഞ് വീണെന്നിരിക്കും. തനിക്ക് എന്താണോ ചേതം? ഹാജർ ഇങ്ങോട്ട് വരിക. എന്താ നമ്പൂരിശ? ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞെട്ടരുത്. എന്റെ ചില കണക്കൂട്ടലൊക്കെ തെറ്റി. അത്രേ ഉള്ളൂ. നിങ്ങളെ കണക്ക് കേട്ട് തരും, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. സലീമേ, ആ കണക്കല്ല ഹാജരെ, നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള കണക്കാ തെറ്റിയത്. നിങ്ങൾ തെളിച്ചു പറയും. ഇന്നലെ നിങ്ങളുടെ കബഡി നിരത്തുമ്പോ കൈയൊന്ന് മറച്ചു. വയസ്സായി വരികയല്ലേ, കുറച്ച് കോയപ്പെടുത്തിട്ട് നല്ലോണം ഒരു പിടുത്തം പിടിച്ചാൽ മതി. സലീമേ, ഇയാള് ഞാൻ പറയണ മുഴുവൻ അങ്ങോട്ട് കേൾക്കുക. ആമിനയുടെ കാര്യം ഞാൻ പറയണേ. ആ ബന്ധം ശരിയാവില്ല. നിങ്ങളതങ്ങ് വേണ്ടാന്ന് വെച്ചേക്ക്. എന്താ അമ്പൂരിശ, നിങ്ങളെ തല തിരിഞ്ഞു പോയാ? ഇത്തിരി ഇങ്ങോട്ട് തിരിഞ്ഞു. ഒടുക്കത്തിടിയില്ലായിരുന്നുവോ? അല്ല, വീണപ്പോ തലയിടിച്ച് തിരിഞ്ഞ കാര്യം പറഞ്ഞ. അതല്ല നിങ്ങൾ എന്താ ഇപ്പൊ വാക്ക് മാറ്റി പറയണത്? കബഡി നിർത്തി കണ്ടതാ ഞാൻ പറഞ്ഞത്. അവളുടെ മേത്ത് കൂടിയിരിക്കുന്ന ബാധ അത്ര വേഗം ഒഴിഞ്ഞു പോവില്ല. അടിച്ചാ തിരിച്ചടിക്കണ ജാതിയാ. അതൊരു പട് കേവിയല്ലേ, അതിനെ കൊണ്ട് തിരിച്ചടിക്കാൻ പറ്റുമോ? കൂടെ വേറെ ആളുണ്ട്. ആരോള മാമയാ? ആരുണ്ടായാലും ഇങ്ങക്ക് എന്താ? നാട്ടിലുള്ള പിശാസിനെയും ഭൂതത്തിനെയും ഒക്കെ പിടിച്ചു കെട്ടണം. നിങ്ങൾക്ക് ഈ പീറ ഉമ്മുമാനെ ഒഴിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല. നിങ്ങളല്ലേ പറഞ്ഞത് 3ാമത്തെ ബീവിയിൽ ഞമ്മക്കൊരു മോൻ ജനിക്കുന്നു? അത് പറഞ്ഞു. നിങ്ങളല്ലേ ഞമ്മളെ കൊണ്ട്
10,000 ഉറുപ്പ്യ മുടക്കിച്ചിട്ട് മൂത്രം കാട്ടി ഹോമം നടത്തിയത്? പുത്രകാമേഷ്ടി. അതെന്ത് കുന്തെങ്കിലാവട്ടെ, നിങ്ങൾ എന്താ ഇപ്പൊ മാറ്റി പറയണത്? മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പ സമയം നന്നായിരുന്നു, ഇപ്പം മോശ. ഇനി നന്നായാല? എനിക്ക് തോന്നണില്ല. എന്റെ കാര്യം പറഞ്ഞാ നിങ്ങൾക്ക് നന്നാവാം. എന്നാൽ അതുവരെ നമ്മൾ കാത്തിരുന്നോളാം. ഇങ്ങളെ കൊണ്ട് ഈ ഉമ്മുമ്മാനെ ഒഴിപ്പിക്കാൻ പറ്റൂലെങ്കിൽ അത് പറ, നമ്മൾ പുറത്തുനിന്ന് വേറെ മുന്തിയ ആളെ കൊണ്ടുവന്നോളാം. അത് വേണ്ട, ഞാൻ ഒന്നുകൂടി കബഡി നിരത്തി നോക്കട്ടെ. നിരത്ത് നന്നാവിടെ വരെ നിരത്ത്. വെറുതെ ഇരുന്ന് നമ്മളെ കൽപ്പില് വേണ്ടാത്ത പൂതിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ മൊയ്തൊല്ലാം പറയണ. ഞമ്മക്ക് ആമിനാന്റെ കുഞ്ഞിന്റെ ബാപ്പയായ പറ്റൂ. ഭഗവതി, നിങ്ങൾ പറഞ്ഞ ബലാല് കേൾക്കുന്നാണല്ലോ നാട്ടുകാർ പറയണത്. കേൾക്കാണ്ടിരിക്കാൻ പൊട്ടണൊന്നും ഇല്ലല്ലോ. പറഞ്ഞത് അക്ഷരം പ്രതി അയാൾ മുഴുവനും കേട്ടു, അനുസരിച്ചില്ല. അത്ര തന്നെ. ഓൻ എന്താ പറഞ്ഞെന്ന് എന്ന് 5-6 ആട്ടും, പിന്നെ കുറെ പുളിച്ച തെറി. 7 പ്രാവശ്യം കുളിച്ചാലും എന്റെ നാട്ടിൽ തീരില്ല. 700 കുളി കുളിച്ചാലും എന്റെ നാറ്റം മാറാത്ത വേല നമ്മുടെ കയ്യിലുണ്ട്. ആളെ വിളിച്ചു കൂട്ടട്ടെ. എന്നെ എങ്ങ് തെക്കോട്ട് എടുക്കോ ഭഗവതി? എന്റെ കൊടല് നമ്മൾ എടുക്കും. അത് വേണ്ടെങ്കിൽ നമ്മൾ പറയണ പോലെ കേട്ടോളി. കൊമ്പനാനിയാ, ഇളിക്കട്ടെ കുത്തട്ടെ, ഇളിക്കട്ടെ കുത്തട്ടെ. ഞാൻ പറഞ്ഞതുകൾ അനുസരിച്ചില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? നാട്ടാരെ വിളിച്ചു കൂട്ടട്ടാ. ചതിക്കരുത് കാജിയാരെ. നിങ്ങളൊരു കാര്യം ചെയ്യുന്ന മുരിച്ച മൊയ്തുട്ടീനോട് ആമിനാന്റെ മേ കൂടിയിക്കണ ഉമ്മുമാനെ ഒഴിപ്പിക്കാൻ പെരുന്നാളിന് അന്ന് വരെ ദിവസവും ഈ പെരേന്റെ അകത്തൊരു പൂജന്റെ പണി വേണമെന്ന് പറയും. അതുകൊണ്ടെന്താ കാര്യം? തോക്കനുള്ളിൽ കയറി വെടി വെക്കല്ലേ. നിങ്ങൾ നമ്മള് പറഞ്ഞത് കേട്ടോ? കേട്ടു. ഓന് തിരിയുടെ ഭാഷയെ ചോദിക്ക്. അച്ഛനായിരിക്കാം. അതേ ദിക്ക. അനുസരിക്കാന്ന് പറയാം. നമുക്ക് അനുസരിക്കോ? അനുസരിക്കാം. ഒറ്റ കൈ പ്രയോഗമാണ്. എന്ന് വെച്ചാല് ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ഇവളുടെ ഉമ്മൂമ്മ. ഇവളെ കൊണ്ടുപോയി അറക്കകത്ത് കയറ്റി പൂട്ട. കൊണ്ടുപോകൂ. ഞാൻ ഇവിടെ ഈ കളത്തിലിരുന്ന് ചെയ്യുന്ന മന്ത്രതന്ത്രാദികൾ അറക്കകത്തിരിക്കുന്ന ഇവളുടെ ദേഹത്തെ തിത്തയ്യാക്കുട്ടി ഉമ്മൂമ്മയെ പുകച്ച് പുറത്തിയാടിക്കും. കൊണ്ടുപോ. എങ്ങനെ ഇതിന്റെ ഉള്ളില് ഇരുന്തലക്കാരൻ അറിഞ്ഞോണ്ട് തന്നെ ഓനിപ്പോ നമ്മുടെ കൂടെ ഒന്നും തിരിയണില്ല. അന്നെ കൊണ്ട് നമ്മള് പോവാ വേറൊരു ദുനിയയിലേക്ക്. വരുന്ന രാവിലെ ചിന്തിക്കടയിൽ വരണം. എന്താണ് വിശേഷങ്ങള്? പ്രിയപ്പിളാകത്തുണ്ടാ? അറിഞ്ഞില്ലേ വിശേഷങ്ങള്? നിങ്ങളുടെ മോടമേത്ത് ഓടെ ഉമ്മ കൂടിയിരിക്കണ്. നേരാണോ അബ്ദു പറയണ? ഈ ചന്തയില് ചിന്ത ഭാങ്ങാൻ എന്ന് പറഞ്ഞു നിന്നോണം. പിന്നില് ഞമ്മളുണ്ടാവും. ലഹള തുടങ്ങുമ്പോ എന്റെ കൈയും പിടിച്ച് നമ്മൾ ഓടും. എവിടേക്കാ പോവാ? പൂന്താലിപ്പോയ്ക്ക് അപ്പുറത്തെ നാടുണ്ട്, മനുഷ്യന്മാരുണ്ട്. ഈ അബ്ദുവിന്റെ കൈത്തണ്ടയ്ക്ക് പണിയെടുക്കാൻ കഴിയുന്നിടത്തോളം കാലം അന്നെ നമ്മളെ കഷ്ടപ്പെടുത്തൂല. അബ്ദു അടുത്തുണ്ടെങ്കിൽ ഒരു കഷ്ടമില്ല. മാമന, ഇജന്റെ കൽവി കയറി കുത്തിയിരുന്ന കാലം തൊട്ട് നമ്മൾ കുറെ പളുങ്ക് കിനാവുകൾ മെനഞ്ഞിരിക്കണം. അതെല്ലാം നേരാവാൻ പോണെന്നറിയുമ്പോ പിന്നെ കുറെ കിനാവ് കാണാൻ തോന്നുന്നു. ആമിനാന്റെ മേത്തൊരു ബാധ കേറിക്കണ്. ഏത് ബാധ? തിത്തയ്യക്കുട്ടി ഉമ്മ, ഓടെ ഉമ്മ. നമ്മളെ വേണ്ടത് ഉമ്മുമ്മയുടെ ഓക്ക്. അങ്ങനെ ഒരു ഉമ്മ നമ്മുടെ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. കുറച്ച് നാളായി നമ്മൾ ചിലതൊക്കെ കേൾക്കണേ. നേരെ അറിയാന്ന് വെച്ചിട്ട് വന്നതാ നമ്മളിപ്പോ. ആമിനെവിടെ? അറയിലിട്ട് പൂട്ടിക്ക. പിടിച്ചിറക്കിക്കൊണ്ട് വേണം. മന്ത്രതന്ത്രാദികൾ തീർന്നിട്ടില്ല. തീർക്കാതെ ആരെ തുറക്കാൻ പറ്റില്ല. അവന്റെ ഉപ്പന്റെ ഒരു മന്ത്രം. തുറക്കരുത്, തുറക്കാൻ പാടില്ല. ചവിട്ടി പൊളിക്കട. ഇറങ്ങി മാടി. ദാണ്ടോ നമ്പൂരി എന്റെ ബാധ ഒഴിപ്പിക്കലേ. ഇവരിവിടെ ഇതൂട്ടി നമുക്കൊന്നും തിരിയണില്ല. ബാധ ഒഴിപ്പിക്കാനെ കൊണ്ടെന്ന് പറയാ.
എന്നിട്ട് മടപ്പള്ളിക്കാരുടെ മാനം കെടുത്ത് നടക്കുന്ന ഈ ബലാല് ഞമ്മക്കൊന്നും തിരിയണില്ല. ഇവൻ എങ്ങനെ നിങ്ങളെ പുരയിൽ വന്ന് പറയാനാ പറഞ്ഞത്? ചതിയ നമ്മളെ കായ്ഭാഗി വിഴുങ്ങിട്ട് ഈ നമ്മളെ തന്നെ ചതിക്കായിരുന്നു. അല്ലട കള്ളപ്പന്നി. അപ്പൊ ഇങ്ങക്ക് ഈ ഹറാം പറഞ്ഞവനെ നേരത്തെ അറിയാലേ? ഞമ്മക്ക് തിരിമറിന്റെ ഒക്കെ നേരറിയണം. തുണ്ടം തുണ്ടാക്കി അറക്കും നമ്മള്. എല്ലാത്തിനെയും പിടിച്ച് കെട്ടണം. അതിനു മുമ്പ് ഈ ഹറാം പറഞ്ഞവരോട് നമുക്കൊന്ന് ചോദിക്കാനുണ്ട്. എന്താ എന്റെ തീരുമാനം? ഈ ഇപ്പൊ ഞമ്മന്റെ ഓടണ അതോ ഇവിടെ നിക്കണ? നിങ്ങൾ പറയണ പോലെ എന്താ ഓടിക്കണോ? അങ്ങനെ ഓടി രക്ഷപ്പെടണ്ടോ? ഇയാള് പോയാ ഇയാളോട് ഞങ്ങൾക്ക് കിട്ടും. ഇവനെ ഈ കളത്തിലിട്ട് ചവിട്ടി കൊല്ലും നമ്മള്. അയ്യോ അതിന്റെ പോലെ ഇവന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഹിന്ദുക്കളെ നാട്ടിക്കാനായിട്ട് ഇതേപോലെ കൊറോണ ഇറങ്ങിണ്ട. ഇവനെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. കലന്തരി അബ്ദുലൊന്നും കാണാനില്ല. കുറെ പൊട്ടിയെടുക്കുക. അടിച്ച് പൊളിക്കണല്ല. നിങ്ങളും കാട്ട് ബന്നാരെങ്കിലും കണ്ട? ഇല്ല. തിന്നാൻ വെള്ളം കുണ്ടുന്ന മൊയിലാര് ഇന്നലെ കാലത്തേക്ക് ഷായിന്റെ വെള്ളം കുടിച്ചതാ. വഹിച്ചിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. മൊയ്തുട്ടീന്റെ ആളുകൾ നിങ്ങളെ രണ്ടാളെയും തേടിയിട്ട് നാട് മുഴുവൻ അരിച്ച് പെറുക്കുന്നുണ്ട്. നനച്ച കണക്ക് കാര്യങ്ങൾ നീങ്ങിട്ടിരുന്ന അപ്പോഴാ കള്ളജാമികൾ കയറി വന്നു. ഇരുന്തലക്കാടനെ ഹിന്ദുക്കള് കൈയും കാലും കെട്ടിയിട്ട് ഒരു തോണി കയറ്റി ഒഴുക്കുള്ള വെള്ളത്തിൽ തള്ളിവിട്ടെന്നാ കേട്ടത്. അപ്പൊ നമ്മളെ കൈ കിട്ടിയ ഒരു പുഴുങ്ങിട്ട് മുളകിട്ട് തിന്നും. പക്ഷെങ്കില് മൊയ്തുട്ടി കലന്തന്റെ പര തല്ലിപ്പൊളിച്ചത് തെറ്റായി പോയിന്നാ പള്ളിയിലെ കത്തി പറഞ്ഞത്. മൂപ്പരെ നമ്മളൊന്ന് പോയി കണ്ടു നോക്കട്ടെ. ആമനാന്റെ ഭർത്താനമല്ല അറിയൂ. ആദ്യം അന്റെ തടി വടക്കാക്കാതിരിക്കാനുള്ള ഭയ നോക്കട്ടെ, പിന്നെയല്ലേ ആമന. നിങ്ങൾ ഹത്തീബിനെ കൂട്ടിപ്പോയി ഒന്ന് ഒത്തുതീർപ്പാക്കാൻ നോക്കും ഇല്ലേ? എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങുള്ളൂ. ആരും പോയില്ലേ? നീ എന്താ വേണ്ടിയേ? എല്ലാരും എന്തിനാ ഇവിടെ നിൽക്കണേന്ന്? കൂന്താലി കടവത്തെ മുന്തിയ തറവാടായതെന്ന് ചോദിച്ചാ ആളുകൾ പറയായിരുന്നു കോലറക്കലെന്ന്. മടപ്പുള്ളിന്ന് ഒരു പെണ്ണുവിടെ വന്ന് കയറിയിട്ട് ആ പേരും പെരുമയും കളഞ്ഞു കുളിച്ചു. മൊയ്തൂട്ടി അജിനെ വൈ കണ്ട മാറിയെന്ന് കുമ്പിട്ടവരൊക്കെ ഇപ്പൊ ബായ്പത്തി ചിരിക്കുക. അതിപ്പോ വേണ്ട, നിങ്ങൾ ഒരു ന്യായം ഞമ്മക്ക് കേൾക്കണ്ട. ഓളെ എന്താക്കണമെന്ന് ഞമ്മക്കറിയാം. നിങ്ങൾക്കറിയോ ഓളെ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടിയെന്ന്? മയക്കം വന്ന് വീണ് മയ്യത്തായ ഓളെ ഉമ്മുമ്മാനെ ഉപ്പൂപ്പാനെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ഓനെ കൊണ്ട് ഞമ്മളെ തലയിൽ തേങ്ങ വെട്ടി ഇടിപ്പിച്ച് ഇതെല്ലാം പോരാത്തേന് അടിച്ച് തൊയിച്ച് കടിച്ച് പറിച്ച് ഇനി നമ്മളോളെ വിടൂല. ഈ പൊരേന്ന് ഓളെ എത്ര പഠിച്ചാലും പുറത്ത് പോവില്ല. നിങ്ങളുടെ വിഷമം ഞമ്മക്കറിയാം. പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന പ്രായത്തില് പെൺകുട്ടികളാവുമ്പോ ഒരാണിന് ഇഷ്ടായി എന്നൊക്കെ വരും. പക്ഷേ നിക്കാഹ് കഴിഞ്ഞ് പുതിയാപ്പിളേന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ പഴയതൊക്കെ കണ്ട് മറക്കും. എന്നിട്ട് ഓളി വരെ മറന്നില്ലല്ല. അതൊക്കെ അറാമ്പറന്ന ചെയ്ത പണിയല്ലേ? ഓനിവിടെ ഒന്ന് ബെടക്കാക്കില്ലല്ലോ. ഞമ്മക്കൊരു പെണ്ണേ ഉള്ളൂ. ഓളെ നമ്മൾ അനക്ക് നിക്കാതെ കഴിച്ചത്. നീ പടച്ചോൻ എന്ന് പറഞ്ഞാലും ഓൾ എന്റെ മോളാണെങ്കിൽ മൊയ്തൂട്ടിന്റെ വീടരായിട്ട് ഈ പൊരെ കഴിയും. എന്നാ ഞമ്മളെ മുമ്പിൽ വെച്ച് ഓളത് ഞമ്മളോട് പറയണം. നിങ്ങൾക്കത് പറയിപ്പിക്കാൻ കഴിയോ? കഴിയും. ഇങ്ങോട്ട് ആരാണ്ടൊക്കെ വരുന്നുണ്ടല്ലോ. എന്താ വേണ്ടേ? എല്ലാരും എന്താ മൊയിലാരെയും കൊണ്ട് ഇവിടെ? മൊയ്തൂട്ടിയെ ഈ ആ കലന്തിന്റെ പൊരെ കയറി എല്ലാം തച്ച് പൊട്ടിച്ചോന്ന് കേൾക്കണ്. ഓന്റെ പൊരയല്ല, കൈ കിട്ടിയിരുന്നെങ്കിൽ ഓന്റെ തല നമ്മൾ തല്ലി പൊളിക്കായിരുന്നു. സെയ്ത്താന്റെ പണിയും കൊണ്ട് നടക്കുന്ന ഈ ബലാലും ഉണ്ട് ഓന്റെ കൂടെ. അത് ഇപ്പോ ന്യായമുള്ളിടത്തൊക്കെ നമ്മളുണ്ടാവും. വല്ലോന്റെ വീടരെ റാഞ്ചാ നടക്കുന്നതാണോ അന്റെ ന്യായം? ഒരു ഇസ്ലാമിന്റെ പുറയിലുള്ളവരെ ആ നമ്പൂരിച്ചന്റെ പൂജയ്ക്ക് മന്ത്രത്തിന് കൊണ്ടുപോയി കുത്തിരിപ്പിക്കലാണോ എന്റെ ന്യായം? ന്യായവും ന്യായക്കാരൊക്കെ നോക്കാൻ ഇന്ന നാട്ടിലെ പള്ളിയും പള്ളിക്കാരന്മാരുണ്ട്. കലത്തിന്റെ പുറയെന്ന് 15,000 ഉറുപ്പിയയും 20 തപ്പ് വെളിച്ചെണ്ണയും കളവ് പോയിട്ടുണ്ട്. എവിടെയത്? 15,000 ഉറുപ്പിക്ക് നമ്മൾ അരിവുണ്ട വാങ്ങിയിട്ട് മിണുങ്ങി 20 തപ്പ് വെളിച്ചെണ്ണ തലയിൽ കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുളിച്ച് പോയി പണി നോക്കിയേ. മൊയ്തുട്ടിയെ ഈ വെറുതെ കൊസറ പറയാൻ നിൽക്കണ്ട. തെറ്റ് ചെയ്തിരിക്കുന്നത് അബ്ദു ആമിനെയാണ്. ആ ചേലിക്ക് രണ്ടാളെയും കൂട്ടി നിർത്തി ചോദിച്ചാലേ അനക്ക് വന്ന നാണക്കേട് മാറ്റാൻ പറ്റൂ. അതിനാ നമ്മളിപ്പോ വന്നിരിക്കണേ. നാണക്കേട് വന്നത് ഞമ്മക്കല്ലേ, അത് നമ്മൾ സഹിച്ചോളാന്ന്. പൊയനോട് പണങ്ങി പുറം നനയ്ക്കാഞ്ഞാലേ പുറം നാറുന്നേ ഉള്ളൂ, പൊയക്കൊന്നും ആവൂല. അത് മറക്കണ്ട. ഇത് നമ്മളെ പുറയിലെ കാര്യമാണ്. അത് എന്താക്കണമെന്ന് ഞമ്മക്കറിയാം. അതിന് നാട്ടുകാരുടെ പള്ളിയുടെ സഹായം ഞമ്മക്ക് വേണ്ട. അബ്ദുവിനോട് പറഞ്ഞേക്ക്, നീ ഓനെ ഈ നാട്ടിൽ കണ്ട അറുത്തറുത്ത് നമ്മൾ നായിക്കിട്ട് കൊടുക്കുന്നു. ഈ വെറുതെ ബില്ലാക്കോളത്തുണ്ടാക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം നമ്മൾ പറഞ്ഞേക്കാം. പള്ളിയും സമുദായവും പറയുന്ന കാര്യങ്ങൾക്ക് കൂട്ടുനിന്നില്ലെങ്കിലേ ന്യായം നടത്താൻ നമ്മൾ എന്റെ കൂടെ ഉണ്ടാവൂല. അബ്ദു ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. ഓന്റെ മേത്ത് തൊടാൻ അന്നെ നമ്മൾ വിടൂല. എന്റെ സഹോദരികളെ, ഓടി വരി.
ഇല്ല അവ പോണ് അവനെ വിശക്കുപ്പി എടുത്തിട്ട് മുറി കയറി കഥ പഠിച്ചിരിക്കുന്നു. എന്തിന് ചവിട്ടി പൊളിക്കും നമ്മള്. ഈ മുറിന്റെ അകത്ത് കയറിയല്ലപ്പം നമ്മൾ വിഷം കഴിച്ച് ചാവും. കാട്ടുമണ്ണിനെ കൊല്ലാൻ പോകുന്ന വിഷ കഴിച്ച അപ്പ ചാവും. എന്താ കാര്യം? നിങ്ങളെ മോള് പറയണത് കേട്ടാ നമ്മള് മുറി കയറി അവള് വിഷം കഴിച്ച് ചാവുന്നു. മോളെ, പാലുറക്കി. ഈ ബബരക്കടൊന്നും കാട്ടില്ലേ? പാലുറക്കി. വേണ്ട, എന്തായാലും ബാപ്പക്ക് എന്താ ഇറച്ചിക്കോയിന് കൊടുക്കും പോലെ കൊല്ലാൻ കൊടുത്തതല്ലേ ബാപ്പ അങ്ങളെന്നെ. ഇനിയിപ്പൊ വിഷം കഴിച്ച തൂങ്ങിച്ചെത്താൻ അറിയാനെ കൊണ്ട് നിൽക്കാണ്ട് പൊയ്ക്കോളെ. ആമിനെ ചത്തുപോയെന്ന് കരുതിട്ട് ഇവിടുന്ന് പൊയ്ക്കോളെ എല്ലാരും. ഓള് നമ്മളെ തോപ്പിക്കാൻ നോക്കാണ്. ചാവുന്നെങ്കിൽ ചാവട്ടെ. പക്കെങ്കില് ഓളെ കുയിച്ച് മൂടുന്നത് വരെ ഓളെ മയ്യത്ത് കട്ടിലിന്റെ ഒരു കാല് പോലും ഓനെ നമ്മൾ കാണിക്കൂല.